ഗുഡ് മോർണിംഗ്. വീട്ടിൽ നിന്ന് വന്നപ്പോഴേ ഇത്തവണ കുറച്ച് പച്ചച്ചീനി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് കുറച്ച് ദിവസമായി ചീനി എടുക്കാനുള്ള സമയം കിട്ടിയില്ല. സാധാരണ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സൺഡേ ഒക്കെയാണ് എടുക്കാറുള്ളത്. അതാകുമ്പോൾ പിന്നെ ഉച്ചക്കലത്തേക്ക് കപ്പ മാത്രം എടുക്കും. കപ്പയും മീൻകറിയോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം ആക്കും. അങ്ങനെ വെച്ചിരുന്ന ഈ കപ്പയും എടുക്കാൻ സൺഡേ ആയി. ചെറുതായിട്ട് സൈഡൊക്കെ ഒന്ന് കറക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ മുറിച്ച് മാറ്റിയിട്ട് നല്ലത് മാത്രം എടുത്തു. കഴുകിയിട്ട് കൊത്തി നുറുക്കി കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് കുക്കറിലോട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിലടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തു. അതവിടെ ഇരുന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് വേറൊരു സാധനം കൂടെ ഉണ്ടാക്കാം. പാൻ ചൂടായതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. ചൂടായി വന്നപ്പോഴത്തേക്ക് നീളത്തിലരിഞ്ഞ് സവാള അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. വാടി വന്നപ്പോഴത്തേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തു. അതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി. ഉലുവ പൊടിച്ചതില്ലായിരുന്നത് കൊണ്ട് ഞാൻ ഈ ഉള്ളിയുടെ കൂടെ തന്നെ ഒരു നുള്ളു ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ ഒരിത്തിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പൊടികളെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. നന്നായിട്ട് പൊടിയെല്ലാം മൂത്ത് വന്ന് കഴിയുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വലിയ പീസായിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ ചിക്കനിലോട്ട് മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിച്ചതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. അടച്ചു വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കപ്പയുടെ കുക്കർ വിസിലടിച്ചിട്ടുണ്ട്. ചിക്കനും അവിടെ നിന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കൊരു ലസ്സിയൊക്കെ കുടിച്ചിട്ട് വരാം. ചിക്കൻ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചാറ് കുറച്ചും കൂടെ ഒന്ന് വറ്റി വരണം. സത്യം പറഞ്ഞാൽ ഉള്ളി വഴറ്റിയ കൂട്ടത്തിലായിരുന്നു തക്കാളിപ്പഴം ഇടേണ്ടിയിരുന്നത്. ഞാൻ അരിഞ്ഞിട്ട് ഇവിടെ അടച്ചു വെച്ചിരുന്നത് കാരണം മറന്നുപോയത് ചേർക്കാൻ. എന്തായാലും അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് സ്പൂൺ കൊണ്ട് തൊടുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലോണം കുഴഞ്ഞു വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് ഊറ്റാൻ വേണ്ടിയിട്ട് കലത്തിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സാധനം കൂടെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായതിലോട്ട് ഒരു പിടി തേങ്ങയും ചേർത്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുത്തൊന്ന് മാറ്റി വെച്ചു. ഇനി ഒരു പാത്രത്തിലോട്ട് നമ്മൾ നേരത്തെ വെള്ളം ഊറ്റി വെച്ചിരുന്ന കപ്പയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മുഴുവനും ചേർത്ത് കൊടുത്തു. മുഴുവൻ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ കറി നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ടായിരുന്നു. ചാറൊക്കെ കുറച്ച് ചാറേ ഉള്ളൂ. അത്രയും പരുവം വരെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അതും കൂടെ ഇതിന് മുകളിലേക്ക് കോരിയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരിത്തിരി ചാറും 2 കഷ്ണവും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേണമെന്നുള്ളവർക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് തന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ല വൃത്തിയായിട്ട് ഇളക്കി മറിച്ചെടുത്തു. ചീനി വേവിച്ച അരപ്പ് ചേർത്ത് കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ ഈ ചിക്കനും കൂടെ ചേർത്തിട്ട് നമ്മുടെ തേങ്ങ വറുത്തതും എല്ലാം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് എല്ലാ സൈഡിലേക്കും എല്ലാം ഗ്രേവിയും ആ തേങ്ങ വറുത്തതും ഒക്കെ എത്തുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. മുന്നേ ഒരു ദിവസം ഞാൻ ബീഫ് കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ചിക്കൻ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാൻ പക്ഷേ വിചാരിച്ചതിലും കുറച്ച് നല്ലതായിട്ടാണ് വന്നത് കേട്ടോ. ഒരു ചിക്കനൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കാതെ അതിനൊപ്പം തന്നെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് ചേർന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല തേങ്ങ വറുത്തത് ചേർത്ത് കൊടുത്തത് ആ വെളിച്ചെണ്ണയുടെയൊക്കെ ഒരു മണവും എല്ലാം കൂടെ ഭയങ്കര ഒരു ടേസ്റ്റായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു.